ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ. കാരണം ആദ്യമായിട്ട് എൻ്റെ പഠനം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് 5 ദിവസം ഒരുമിച്ച് ഇവിടെ ഞങ്ങൾ 5 ദിവസം ഒരുമിച്ച് ഇവിടെ കുർബാന നടത്തുന്നത്. അപ്പോൾ ഈ പുതിയ ആൾക്കാരെ ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരാൻ സാധിച്ചു. അതിന് കൂടുതൽ പറയാൻ സാധിച്ചതായത് എനിക്ക് വലിയ സന്തോഷം. എനിക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യം സ്നേഹപൂർവ്വം വളരെ ചെറിയൊരു സന്ദേശം മാത്രമായിട്ട് ഉദ്ദേശിക്കുകയാണ്. അവസാനം 9 ദിവസങ്ങളിൽ നാമനാള് ചൊല്ലി പ്രാർത്ഥിച്ച ദിനങ്ങളിൽ വിശുദ്ധമായി പ്രാർത്ഥിച്ചപ്പോൾ കാര്യമായി പറഞ്ഞതിനിടയിൽ വളരെ സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം, യോസേഫ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമായിരുന്നു യോസേഫ് ദൈവം പറഞ്ഞ സമയത്ത് കല്യാണം കഴിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകേണ്ട ഒരു ഇതാണെന്ന് തോന്നുന്നു. ദൈവം പറയുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കല്യാണം കഴിക്കാനായിട്ടുള്ള യുവതി യുവാക്കന്മാർക്ക് ദൈവം പറയുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവർ അത്രയും ചെയ്തു. അവരുടെ അവരുടെ മക്കൾ എത്രയാണ്? 2 പെൺപിള്ളേരാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല. എത്ര വയസ്സായിരുന്നു? ഒരാൾ 30 വയസ്സ്, ഒരാൾ 34 വയസ്സ്. കല്യാണം അവര് കല്യാണം വേണ്ടാന്ന് പറഞ്ഞത് അവരുടെ ചെയ്ത ഒരു വലിയ കാര്യമാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. പ്രവർത്തിച്ചു. അവർ തന്നെ ഭാര്യയെ സ്വീകരിച്ചു. ദൈവം പറഞ്ഞ സമയത്ത് ഒരു കല്യാണം കഴിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു ഭൂമിയായിട്ടുള്ള കാര്യമാണ്. ഈ അവസരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ യഥാർത്ഥ സമയത്ത് ദൈവം പറയുന്ന സമയത്ത് വിവാഹം സ്വീകരിക്കുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു വലിയ കാര്യങ്ങളാണ് ഒരുപാട് പിന്നെ അസാധ്യ കാര്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിശുദ്ധരുണ്ട്. എന്നതിന്റെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പുള്ളിയെ വെച്ചിട്ടില്ല. യോസിഫാവിന്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചുള്ളതാണ്. ശാന്തമായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചുള്ളതാണ് യോസിഫാവിന്റെ വലിയ ഈ അടുത്ത് അച്ഛൻ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കുറിച്ച് അദ്ദേഹം ഒരു മിഷൻ പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പനി പിടിച്ച് കലസാരം വിളിച്ച് കട്ടില് അച്ഛൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ അച്ഛൻ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ പനി പിടിച്ച് നടന്ന സമയത്ത് രാത്രി ഞാൻ ചിന്തിച്ചു, കല്യാണം കഴിച്ചാൽ തീരും. കാരണം ഒറ്റയ്ക്ക് പനി പിടിച്ച് കിടപ്പാണ്. ഒറ്റയ്ക്ക് പനി പിടിച്ച് ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചു പറയുന്നത് കല്യാണം കഴിച്ചാൽ തീരും. പഠിച്ചു വരച്ച് കിടക്കുന്ന സമയത്ത് കൂടെ ഒരാളെയൊക്കെ ഉണ്ടാവുമല്ലോ. അച്ഛനിങ്ങനെ ദൈവത്തോട് ദൈവം പറയുന്ന സമയത്ത് ദൈവം അച്ഛനോട് മറുപടി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അച്ഛനെ പേര് വിളിച്ചിട്ട് ദൈവം എനിക്ക് വിളിച്ചത്, എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരേ കട്ടിൽ കിടക്കുകയും ശരീരം കൊണ്ട് മാത്രം അടുത്ത് കിടക്കുകയും മനസ്സുകൊണ്ട് ഒരുപാട് ആളുകൾ ആസ്വദിക്കുകയും ചെയ്യുന്ന എത്രയോ നല്ലവന്മാരെ നീ താമസിക്കുന്ന നാട്ടിൽ തന്നെ നിനക്ക് അറിയാമോ നോക്കുകയാണ്. ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട രണ്ടാമത്തെ ഒരു കുഞ്ഞു കാര്യങ്ങളാണ് ശാന്തമായിട്ട് കുടുംബജീവിതം നയിക്കാനുള്ള സാധ്യത. ശാന്തമായിട്ട് കുടുംബജീവിതം നയിക്കാനായിട്ട് ഒരു വികസിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിലാക്കിയ വലിയൊരു പരാതിയാണ് ഈ അപ്പച്ചൻ ഒരിക്കലും വീട്ടിൽ ഭക്ഷണം കഴിക്കുക. അപ്പച്ചൻ ഒരിക്കലും വീട്ടിൽ ഭക്ഷണം കഴിക്കുക. അയാൾ ഹോട്ടലിൽ കഴിക്കുള്ളൂ. പബ്ലിഷ് പറയുകയും അപ്പച്ചനെ വിളിച്ചു ഹോട്ടലിൽ വീട്ടിൽ കഴിക്കാൻ അപ്പച്ചൻ പറയുകയാണ് ഒരു ദിവസം ഈ കഞ്ഞി കഴിക്കുമ്പോൾ കുടിച്ചിട്ടുണ്ടാകുമ്പോൾ കഞ്ഞി കഴിക്കുമ്പോൾ അതിൽ കുടിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഇടയിൽ കുടുംബജീവിതങ്ങളിൽ പ്രാർത്ഥിക്കും. ചെയ്തതുപോലെ ശാന്തമായിട്ട് കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. നിങ്ങളെല്ലാവരും വിവാഹം ചികിത്സ ചികിത്സകളാണ് നമ്മളെ സംബന്ധിച്ച്
രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ദൈവം പറയുന്ന സമയത്ത് വിവാഹം ഏറ്റെടുക്കാനുള്ള സാധനം. രണ്ട്, വിവാഹം ഏറ്റെടുത്തിട്ട് പിതാവിനെ പോലെ ശാന്തമായിട്ട് നയിക്കാനുള്ള സാധനം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിക്കാൻ എല്ലാവരും